കറുമ്പൻ കാക്കയും വെളുമ്പൻ കുക്കും. ഒരിടത്തൊരിടത്ത് ഒരു പുഴയുടെ അരികിൽ വലിയ തെങ്ങുകൾക്കിടയിൽ കറുമ്പൻ എന്നൊരു കാക്ക കൂട്ടുകാരുമായി ജീവിച്ചിരുന്നു. അവിടെ വെളുമ്പൻ എന്നൊരു കുക്കനുണ്ടായിരുന്നു. വെളുമ്പന് നല്ല വെള്ള നിറമായിരുന്നു. അവന്റെ കുക്കിന് നല്ല നീളവും. അതുകൊണ്ട് വെളുമ്പൻ എപ്പോഴും കറുമ്പനെ കളിയാക്കും. ഹേയ് കറുമ്പാ, നീ എന്താ ഇങ്ങനെ കറുത്തിരിക്കുന്നത്? എന്റെ നിറം കണ്ടോ, നല്ല വെളുപ്പ്. അതുകൊണ്ടാ എന്നെ എല്ലാവർക്കും ഇഷ്ടം. എന്റെ കൊക്ക് എത്ര നീളമുള്ളതാ. വെളുമ്പൻ ചിരിച്ചുകൊണ്ട് പറയും. കറുമ്പൻ അതൊന്നും കാര്യമാക്കില്ല. അവൻ ചിരിച്ചു തലയാട്ടും. ഒരു ദിവസം വെളുമ്പൻ പതിവ് പോലെ ഭക്ഷണം കിട്ടാനായി ഒരു വയലിലേക്ക് പറന്നു ചെന്നു. അവിടെ നിറയെ പുൽച്ചാടികളെയും ചെറിയ മീനുകളെയും കണ്ടപ്പോൾ വെളുമ്പന് സന്തോഷമായി. അവൻ ആർത്തിയോടെ അവയെ പിടിക്കാൻ തുടങ്ങി. പക്ഷേ വയലിൽ വച്ചിരുന്ന ഒരു വലക്കണി വെളുമ്പൻ കണ്ടില്ല. അവൻ അറിയാതെ ആ വലയിൽ കുടുങ്ങിപ്പോയി. അയ്യോ! വെളുമ്പൻ ഉറക്കെ നിലവിളിച്ചു. അവന്റെ കാലിൽ വല കുടുങ്ങി. അവന് പറക്കാൻ വയ്യാതായി. വെളുമ്പൻ വേദനയോടെ വലയ്ക്കുള്ളിൽ പിടഞ്ഞു. അവന്റെ കൂട്ടുകാർ, മറ്റു പക്ഷികൾ അവനെ സഹായിക്കാൻ വരാതെ പേടിച്ചു പറന്നുപോയി. അപ്പോഴതാ ആകാശത്തൂടെ പറന്നുപോവുകയായിരുന്ന കറുമ്പൻ ഈ കാഴ്ച കണ്ടു. അയ്യോ! വെളുമ്പൻ അപകടത്തിലാണല്ലോ. കറുമ്പൻ വേഗം താഴേക്ക് പറന്നു. വെളുമ്പൻ വലയ്ക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ പിടയുകയായിരുന്നു. കറുമ്പൻ ചുറ്റും നോക്കി. വെളുമ്പനെ സഹായിക്കാൻ അവൻ വേഗം ഒരു വഴി കണ്ടെത്തി. കറുമ്പൻ നേരെ പറന്നുപോയി തന്റെ കൂട്ടുകാരനായ ചിണ്ടൻ എലിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ചിണ്ടൻ വേഗം തന്നെ കറുമ്പന്റെ പുറത്തു കയറി വെളുമ്പന്റെ അടുത്തെത്തി. എന്നിട്ട് വേഗം തന്നെ വലകണ്ണികൾ കടിച്ചുമുറിച്ചു വെളുമ്പനെ രക്ഷിച്ചു. രക്ഷപ്പെട്ടു! വെളുമ്പൻ സന്തോഷത്തോടെ പറഞ്ഞു. അവന്റെ കാലിലെ മുറിവ് അധികമില്ലായിരുന്നു. കറുമ്പാ, നന്ദി, നീ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ കൂട്ടുകാർ ഓടിപ്പോയപ്പോഴും നീ മാത്രം എന്നെ രക്ഷിക്കാൻ വന്നല്ലോ. വെളുമ്പൻ സങ്കടത്തോടെ പറഞ്ഞു. നമ്മളെല്ലാം കൂട്ടുകാരല്ലേ വെളുമ്പാ? കൂട്ടുകാരെ ആപത്തിൽ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്, കറുമ്പൻ പറഞ്ഞു. വെളുമ്പൻ ചിരിച്ചു. അന്നുമുതൽ വെളുമ്പൻ കറുമ്പനെ അവന്റെ നിറത്തെപ്പറ്റിയോ കൊക്കിനെക്കുറിച്ചോ കളിയാക്കുന്നത് നിർത്തി. അവൻ വയലുകളിലെ അപകടകരമായ കെണികളെക്കുറിച്ച് ശ്രദ്ധാലുവായി. കറുമ്പനും വെളുമ്പനും നല്ല കൂട്ടുകാരായി. ഹലോ കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? യഥാർത്ഥ സൗന്ദര്യം നിറത്തിലോ രൂപത്തിലോ അല്ല, കൂട്ടുകാരെ സ്നേഹിക്കുന്നതിലും ആപത്തിൽ സഹായിക്കുന്നതിലുമാണ്.